ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഏതൻ അക്വേറിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ബ്രീഡിംഗ് ചെയ്തതിന് ശേഷം ഈ വീക്കിലും ബ്രീഡിങ് കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മൾ ഈ ആഴ്ചയിൽ ഒരു 9 പേരാണ് നമ്മൾ ശരിക്കും ഈ ആഴ്ചയിൽ ബ്രീഡിങ്ങിന് ഇട്ടത്. ആ ഇട്ട 9 പേരിൽ ഏകദേശം എല്ലാം തന്നെ മുട്ടയിട്ടു. പക്ഷേ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആണ് എന്ന് ഞാൻ കരുതുന്നു, അല്ലെങ്കിൽ ചൂടിൻ്റെ ആണെന്ന് കരുതുന്നു. ചിലതൊന്നും ഫെർട്ടിലൈസ് ആയില്ല. പക്ഷേ അതെല്ലാം അത്യാവശ്യം നല്ല നമ്പർ കൗണ്ട് ഉണ്ടായിരുന്നതാണ്, നന്നായിട്ട് കണ്ടീഷൻ ചെയ്തതാണ്. ഒരുപക്ഷെ കാലാവസ്ഥയുടെ ആയിരിക്കാം. എനിവേ അതിൽ നമുക്കൊരു 5 പെയറുകൾ കറക്റ്റായിട്ട് വിരിഞ്ഞിട്ടുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഫ്രൈസ് എല്ലാം. ഇതെല്ലാം ഒരു 3 ഡേ ഫ്രീസുമായിട്ടൊരു സെക്കൻഡ് ഡേ ഒക്കെ ആണവർ. ആർട്ടീമിയ ജസ്റ്റ് എടുത്തു തുടങ്ങുന്ന ഒരു ടൈമാണ്. ഫസ്റ്റ് നമുക്ക് നന്നായിട്ട് അവർക്ക് ഇൻഫസോറിയ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യം ഹെൽത്തിയാണ് കുഞ്ഞുങ്ങൾ. വേഗം തന്നെ ആർട്ടീമിയ എടുക്കുന്നൊരു സ്റ്റേജിലേക്ക് അവർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണുന്നത് നമ്മൾ ശരിക്കും ചെറിയ കണ്ടെയ്നറിലാണ് അവരെ ബോട്ടിൽ ചെയ്ത് അവരെ ബ്രീഡ് ചെയ്ത് നമ്മൾ ചെയ്തെടുത്തത്. സ്ഥലത്തിൻ്റെ ഒരു പരിമിതിയുണ്ട്. അപ്പോൾ അവരെ ആ കണ്ടീഷനിൽ വിട്ട് കഴിഞ്ഞാൽ ആർട്ടീമിയ ഫീഡ് ചെയ്ത് തുടങ്ങുമ്പോൾ വൈറ്റ് സ്പോട്ടൊക്കെ വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ കുട്ടികൾ ഒത്തിരിയുണ്ട്, അതിങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്നുണ്ട്, പെട്ടെന്ന് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അത്യാവശ്യം കുറച്ചുകൂടെ വലിപ്പമുള്ള ഈ ടൈപ്പ് ബേസണിലേക്കാണ് നമ്മൾ അവരെ ചേഞ്ച് ചെയ്യുന്നത്. കാരണം കുറച്ച് സ്പേസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അവരെ അങ്ങനെ വൈറ്റ് സ്പോട്ടൊന്നും അടിക്കാതിരിക്കാനായിട്ട് അത് ഉപകരിക്കും എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യം. അതുമാത്രമല്ല, നമ്മൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ അത് ഹൈജീനായിട്ട് കീപ്പ് ചെയ്യുകയും കൂടെ വേണം. അതുകൊണ്ടുണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പം നമ്മൾ ഒരു 4-5 ബാച്ച് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. ഇതിൽ ഏകദേശം റോയൽ ബ്ലൂ ആണ് മെയിനായിട്ടും ഇതിനകത്തുള്ളത്. കാരണം മാർക്കറ്റിലും കുറവ് റോയൽ ബ്ലൂ ആണ്. പക്ഷേ ഇത് ഒരു ബാച്ച് നമുക്ക് OHM ഡംബോയർ, നല്ല കിഡിലൻ ഡംബോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ഇതിൻ്റെ അപ്ഡേഷൻസ് ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി.